ഏഷ്യ കപ്പ് ആവേശകരമായി പുരോഗമിക്കുന്നതോടൊപ്പം ടൂർണമെന്റിൽ വിവാദങ്ങളും കൊഴുക്കുകയാണ്. ഇന്ത്യ പാക് രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഏഷ്യ കപ്പിൽ ഈ വിവാദങ്ങളെല്ലാം പ്രതീക്ഷിക്കപ്പെട്ടതായിരുന്നു. ഒടുവിൽ ബഹിഷ്കരണം, മത്സരം വൈകി തുടങ്ങുക തുടങ്ങിയ ഘട്ടങ്ങളിലേക്ക് വിവാദങ്ങൾ കടന്നിരിക്കുകയാണ്. ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന പതിവ് വീമ്പ് പറഞ്ഞെത്തിയ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ 7 വിക്കറ്റിന്റെ നാണംകെട്ട തോൽവിയാണ് ഇന്ത്യയോട് ഏറ്റുവാങ്ങിയത്. ഇന്ത്യയെ തീർക്കാൻ പാകിസ്ഥാൻ നിരയിലെ വജ്രായുധമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട താരമാണ് സെയിം അയ്യൂബ്. യുവ വെടിക്കെട്ട് ഓപ്പണർ ഇത്തവണ പാകിസ്ഥാന് വലിയ പ്രതീക്ഷ നൽകുന്ന താരമാണ്. എന്നാൽ ഇപ്പോഴിതാ തുടർച്ചയായ 3 ഡക്കുകളുമായി യുവതാരം നാണം കെട്ടിരിക്കുകയാണ്. ജസ്പ്രീത് ബുംറയുടെ ഓരോ ഓവറിലെ 6 പന്തുകളും സിക്സർ അടിക്കാൻ കരുത്തുള്ളവനാണ് അയ്യൂബ് എന്നാണ് പാക് മുൻ താരം വ്യക്തമാക്കിയത്. എന്നാൽ ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ അയ്യൂബ് ദുരന്തമായി മാറിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ഒമാനെതിരെ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി ഗോൾഡൻ ഡക്കായി സെയിം അയ്യൂബ് മടങ്ങി. ഇന്ത്യക്കെതിരെ വെടിക്കെട്ട് തീർക്കാനെത്തിയ സെയിം ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യ പന്തിൽ തന്നെ പുറത്തായി. തുടർച്ചയായ 2 ഗോൾഡൻ ഡക്കിന്റെ ക്ഷീണത്തിൽ UAEക്കെതിരെ ഇറങ്ങിയ അയ്യൂബ് ഇത്തവണ നേരിട്ട 2ാം പന്തിലാണ് അക്കൗണ്ട് തുറക്കാനാകാതെ പുറത്തായത്. ഇതോടെ ഏഷ്യ കപ്പിൽ തുടർച്ചയായ 3 മത്സരങ്ങളിലും 0-ന് പുറത്താകുന്ന ആദ്യ പാകിസ്ഥാൻ ഓപ്പണർ എന്ന നാണക്കേടും അയ്യൂബിനെ തേടിയെത്തിയിരിക്കുകയാണ്. അവസാന 6 ഇന്നിംഗ്സുകളിൽ നിന്ന് താരം 4 ഡക്കാണ് നേരിടേണ്ടി വന്നത്. 11, 17 എന്നിങ്ങനെയാണ് അയ്യൂബിന്റെ മറ്റു 2 സ്കോറുകൾ. പാകിസ്ഥാന്റെ T20 ചരിത്രത്തിൽ തുടർച്ചയായി 3 തവണ ഡക്കായി പുറത്താകുന്ന 3ാമത്തെ താരമാണ് അയ്യൂബ്. അബ്ദുള്ള ഷഫീഖ് 4 തവണ തുടർച്ചയായി ഡക്കായപ്പോൾ മുഹമ്മദ് ഹഫീസും 3 തുടർ ഡക്കുകൾ നേരിട്ട താരമാണ്. ഈ നാണക്കേടിന്റെ റെക്കോർഡിലാണ് അയ്യൂബും തന്റെ പേര് ചേർത്തിരിക്കുന്നത്. എന്തായാലും ബാറ്റ് കൊണ്ട് ഫ്ലോപ്പ് ആവുമ്പോഴും പന്ത് കൊണ്ട് ടീമിന് സംഭാവനകൾ നൽകാൻ അയ്യൂബിന് സാധിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ 3 വിക്കറ്റ് പ്രകടനമടക്കം നടത്തി കയ്യടി നേടാൻ അയ്യൂബിന് സാധിച്ചിരുന്നു. പക്ഷെ ബാറ്റ് കൊണ്ട് താരം നിലവാരം കാണിക്കാത്തത് ഇത്തവണത്തെ പാക് ടീമിന്റെ പ്രകടനത്തെ ബാധിക്കുന്ന പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. UAEക്കെതിരെ പാകിസ്ഥാൻ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുകയായിരുന്നു. പ്രതീക്ഷിച്ച സ്കോർ നേടാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസാണ് പാകിസ്ഥാൻ നേടിയത്. 16.5 ഓവറിൽ 110 റൺസിന് 7 എന്ന നിലയിൽ നാണക്കേടിലേക്ക് നീങ്ങിയ പാകിസ്ഥാന് ഒരിക്കൽ കൂടി ഷഹീൻ ഷാ അഫ്രീദി രക്ഷകനായി. ഇത്തവണ 14 പന്തിൽ 3 ഫോറുകളും 2 സിക്സറുകളും സഹിതം 29 റൺസാണ് ഷഹീൻ ഷാ അഫ്രീദി നേടിയത്. അവസാന ഓവറിൽ 18 റൺസാണ് പാകിസ്ഥാൻ അടിച്ചെടുത്തത്. 36 പന്തിൽ 50 റൺസ് എടുത്ത ഫക്കർ സമാനും പാക് നിരയിൽ തിളങ്ങി. മുഹമ്മദ് ഹാരിസ് 18 റൺസും സൽമാൻ അലി ആഗ 20 റൺസും നേടി. UAE ബോളിംഗ് നിരയിൽ ജുനൈദ് സിദ്ദീഖ് ഒരിക്കൽ കൂടി മികച്ച പ്രകടനം നടത്തി. 4 ഓവറിൽ 18 റൺസ് വഴങ്ങി 4 വിക്കറ്റുകളാണ് ജുനൈദ് സിദ്ദീഖ് വീഴ്ത്തിയത്. സിമ്രാൻജിത്ത് സിംഗ് 3 വിക്കറ്റുകളും സ്വന്തമാക്കി. 147 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ UAE 17.4 ഓവറിൽ 105 റൺസിന് ഓൾ ഔട്ടായി. 35 റൺസ് എടുത്ത രാഹുൽ ചോപ്രയും 20 റൺസ് എടുത്ത ധ്രുവ് പരാശാറുമാണ് UAEയുടെ പ്രധാന സ്കോറർമാർ. പാകിസ്ഥാന് വേണ്ടി ഷഹീൻ ഷാ അഫ്രീദിയും ഹാരിസ് റൌഫും അബ്രാർ അഹമ്മദും 2 വിക്കറ്റുകൾ വീതം നേടി. ബാറ്റിംഗിൽ ഫ്ലോപ്പായ സെയിം അയ്യൂബ് 1 വിക്കറ്റും സ്വന്തമാക്കി. UAEക്കെതിരെ നേടിയ വിജയത്തോടെ പാകിസ്ഥാൻ സൂപ്പർ 4ലേക്ക് യോഗ്യത ഉറപ്പിക്കുകയും ചെയ്തു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.